ഏത് കാലപ്പഴക്കം ചെന്ന വേദനയാണെങ്കിലും ആ വേദനകളെ പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാം. നടക്കാൻ പറ്റാത്ത കാലിന്റെ മുട്ടുവേദന, കൈബന്ധിക്കാൻ പറ്റാത്ത ഷോളർ വേദന, കഴുത്തെതിരിക്കാൻ പറ്റാത്ത പെടലിക്ക് വേദന, തട്ടുമുട്ട് ചതവ്, നെറുക്കട്ട്, നീര് മൂലമുണ്ടാകുന്ന ഏത് വേദനയുണ്ടെങ്കിൽ ആ വേദനകളെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഔഷധ ദേവതാരക്കുഴമ്പ്. തൈലമല്ല, പിന്നെ നോക്കിയ കൈ തരിപ്പ് മാറി 5 മിനിറ്റോളം മാറി. കളി 5 മിനിറ്റോളം മാറി. ഇനി ആർക്കാ വേദനക്കാരെ മൂക്കണപ്പോൾ ജലദോഷം കൊണ്ട് പോലെ കാൽമുട്ട് വേദന വന്നു പോയാൽ പിന്നെ നടക്കാനിരിക്കാനൊക്കുമില്ല പൊന്നെ, അതുകൊണ്ട് വേദന മാറ്റണം ഉടൻ തന്നെ, അതിനുള്ള മരുന്നുകൾ തന്നെയാണത് പൊന്നെ. എത്ര വർഷങ്ങൾ പഴകച്ചെന്നാലും ഏത് കാലിന്യമേറെ വേദനയുണ്ടെങ്കിലും ആ വേദനകളെ പരിപൂർണമായിട്ടും മാറ്റിയെടുക്കാൻ കഴിയുന്ന അപാരങ്ങളിൽ അപാര കഴിവുള്ള അപാര ഗുണമുള്ള ഒരു ഔഷധക്കൂട്ട ദേവതാര കുഴമ്പ്. വേദനക്കാരെല്ലാവരും കണ്ടു പോലെ എല്ലാവർക്കും തരാം. എല്ലാവരും മതി. കറുപ്പേട്ടനിക്ക് കൊടുത്തില്ലേ? ഫ്രീ തേച്ചെടുക്ക് എന്നാ കൊണ്ട് വേദന സംഹാരി കോയമ്പ്, വേദന സംഹാരി. വർഷങ്ങൾ പഴകഞ്ചെന്ന വേദന ഉണ്ടായിക്കോട്ടെ. ചില ആളുകൾക്ക് 2 മിനിറ്റ് നടന്ന കാലിന്റെ മസിൽ വേദന, 5 മിനിറ്റ് എവിടെയെങ്കിലും ഇരുന്നെഴുന്നേൽക്കുമ്പോൾ കാലിന്റെ മുട്ടുവേദന, അതിരാവിലെ ഉറക്കമെഴുന്നേറ്റ് നടക്കുമ്പോൾ കാലിന്റെ ഉപ്പുറ്റി വേദന, കാല് കടച്ചില്, കാല് തരിപ്പ്, ഉളുക്ക് ചലവ് സംബന്ധമായ, നെൽക്കെട്ട് സംബന്ധമായ, തട്ടുമുട്ട് ചെലവ്, നീര് മൂലമുണ്ടാകുന്ന ഏത് വേദനയും മാറ്റും. ആ വേദനകൾ നമുക്കൊരു ഇഞ്ചക്ഷന്റെ പവറിൽ മാറ്റിയെടുക്കാം. അത് 4 ഡയലോഗ് ഫിറ്റ് ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ പൈസ വാങ്ങി കുള്ളിലെ പോകുന്നല്ല കേട്ടോ. അതാണ് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും പരിചയമുള്ള ഒരു ഔഷധം തന്നെയാണ്. പ്രത്യേകിച്ച് കാളകൂട്ട് കണ്ടകളിൽ, പിന്നെ എല്ലാ ചന്തയിലും, കാലിച്ചന്തയിലൊക്കെ ഞാനും ഉണ്ടാവും. തൈലം കൊടുക്കാൻ അല്ല അതിന്റെ ബുക്ക് തന്നെ ഉള്ളത്. എന്താണ് കക്കങ്കായ്? അത് നിങ്ങൾക്ക് പേര് മാറിയതാ? നിങ്ങൾക്ക് പേര് മാറിയ അല്ല എല്ലാം എപ്പോഴും അതാ വരുന്നത്. അതാണ് കുഴപ്പം. വേറെ പേര് വെച്ചാൽ വേണ്ടേ? കോഴിമുട്ടയുടെ കാര്യ പറഞ്ഞേ. കോഴിമുട്ട കാര്യമല്ല പറഞ്ഞേ. ആ കോഴിമുട്ടല്ലാതെ പനങ്കുരു അത് കഴിഞ്ഞ ഇതിന്റെ ഉള്ളിൽ നല്ല എരിച്ചു വരും. അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ മസാജ് അതാണ്. ഇതുണ്ടോ? എനിക്ക് നോക്കാം വേനുണ്ടോ? വല്ലാത്ത ഭയങ്കര സൂപ്പറല്ലേ? അതാണ് ഇവിടെ തൈല കച്ചവടം. ഇവിടെ തൈല കച്ചവടാ. ഇന്ന് യൂട്യൂബ് ചാനലല്ല, ഇന്ന് ഫുള്ള് തൈല കച്ചവടം. വാദരോഗ, ശരോരോഗ, ദന്തരോഗ വിനാശക എന്ന് പുരാണം പ്രതിപാദിക്കുന്ന കഴിഞ്ഞ അല്ലെ സൗണ്ട് കുറയ്ക്കാനില്ല. അല്ല എത്ര ഉള്ളൂ അത് പറയാൻ പറ്റല്ലേ. സൗണ്ട് കുറയ്ക്കാൻ പറഞ്ഞു. ആരപ്പോ സൗണ്ട് കുറക്കാൻ പറഞ്ഞു? അല്ല ശരിയാണ്. അവരോട് ബിസിനസ് നടത്തുമ്പോൾ ഞാൻ കുറച്ച് സൗണ്ട് പോത്തിന് സൗണ്ട് അറിയില്ല. ഞങ്ങളുടെ സൗണ്ട് ഏതാണെന്ന് അറിയില്ല പോത്തിന്. വർഷങ്ങൾ കഴിഞ്ഞ അത് നമുക്ക് മാറ്റി. അതിന് എത്ര വിധമായിരുന്നു ചൊവ്വാഴ്ച പെരുമ്പിലായിലുണ്ടല്ലോ. എപ്പോഴും ഉണ്ടല്ലോ. അത് നിങ്ങൾ നമ്മളെ കാണൂല. നമ്മുടെ റോഡ് സൈഡിലാണ്. റോഡ് സൈഡിലല്ലേ ചന്തയിൽ കൊടുത്തിട്ടാ പിന്നെ പോത്തൽ കൊടുക്കേണ്ടി വരും. തൈലൊക്കെ ഇങ്ങനെ നേരിട്ട് കണ്ട് ഒരു ചന്തയിൽ മാത്രമേ. ഇതാ തൈലം. വാണികുളം പറ്റൂല, പെരുമ്പിലാവ് പറ്റൂല, അതേപോലെ കുഴൽമന്നം പറ്റൂല. അതൊക്കെ ഉള്ളിലാണ്. ചട്ടിപ്പറമ്പിൽ പൊക്കൂല്ല. ചന്തെന്ന് പറയാൻ അങ്ങനെ എല്ലാരും പറയുന്നു. ചട്ടിപ്പറമ്പിൽ ആടിന് തേച്ചു കൊടുക്കണ്ടേ തൈലം? ചേളാരിയിലോ? അതെ, ചേളാരി നമ്മൾ മാർക്കറ്റ് ഉള്ളിലാണ്, ചന്ത ഉള്ളിലാണ്. മൂക്കടപ്പ് മാറ്റേണ്ടതാണ്. എല്ലാവർക്കും കൊടുക്ക്. മുക്കിലയക്കുക.
മൂക്കടപ്പ് ഉളുക്ക് ചതവിനൊക്കെ ഏറ്റവും നല്ല കുഴമ്പ് എല്ലാവരും തേച്ച് വെക്കും. ഇതൊക്കെ കൊള്ളുന്നത് ഇതൊന്ന് കൂടി തരും. ചൂടാക്കി നല്ല ചേർത്ത് വിരല് മാത്രം കാണിച്ചാൽ മതി. കൂർക്കമ്പലി ജലദോഷം ഉറക്കക്കുറവൊക്കെ ഇങ്ങനെ നല്ല വലിക്ക് നല്ല കേരള ഓരോ സുഖം ഇങ്ങനെ കൂടെ തേച്ചിടാം. ചന്ദന കാണാട്ടെ ഇതേപോലെ തേച്ചിട്ടാ മതി. ചൂട് പിടിക്കാൻ അതൊന്നും വേണ്ട. സാമ്പിൾ വെക്കാൻ തന്നെ 200 രൂപ മരുന്നാണ്. ചെറിയ കയ്യാണോ? അതാ ഉച്ചലുണ്ട്. ഉച്ചലുണ്ടല്ലേ? ഏത് കയ്യോ? കൈ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനാ? ഉച്ചലുണ്ട്. അത് അവിടെ പറഞ്ഞേ. ഉച്ചലുണ്ടല്ലേ? 10 മിനിറ്റ് കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിയട്ടെ. ആ മരുന്ന് ശരീരത്തിൽ പിടിക്കണം. അതാണ് അതിനുള്ള സമയം ശരീരത്തിൽ പിടിച്ചിട്ടേ പാടുള്ളൂ. മരുന്ന് പിടിക്കണം. ഇപ്പൊ തന്നെ പിടിക്കേണ്ടത്. പിടുത്തം പറയുമ്പോ വേറെ തെറ്റിദ്ധരിക്കും. മരുന്ന് 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 പിടിച്ചാൽ മരുന്ന് ശരീരത്തിൽ പിടിക്കണം. കുറെ നേരമല്ലേ പിടിക്കണം എന്ന് പറയാം. പിടിക്കണം അത് മാത്രമല്ല കന്നിന്റെ കയറ് പിടിക്കേണ്ട കാര്യമാണ്. കന്ന് പിടിക്കണ അതല്ലേ കന്നിന്റെ കയറ് പിടിക്കണമെങ്കിൽ കൈക്ക് ബലം വേണം. ജലദോഷം തലവേദന വേറെ ഒന്നിനും പറ്റൂല. വേദനയ്ക്ക് ഏത് വേദനയ്ക്ക് കൈ കാണിച്ച് പരസ്യം കാണിച്ചു ഇങ്ങനെ തേച്ചിടാം. ഏത് വേദനയ്ക്കും 10 മിനിറ്റ് 3 ദിവസം തേച്ചാൽ പിന്നെ വേദന ഉണ്ടാവും. മരുന്ന് കൊടുക്കി വെറുതെ കൊടുക്ക് അങ്ങനെ അതന്നെ പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടി അതന്നെ അത് അത്രയും സ്ട്രോങ് കൂടി മരുന്ന് അതാണ്. അത് പിന്നെ ശ്വാസം കൊണ്ടുള്ളവരെ പഠിപ്പിക്കണ്ട. ശ്വാസം തന്നെ വിടേണ്ടി വരില്ല. പിന്നെ ശ്വാസം റിട്ടം വരില്ല. അല്ല പിന്നെ ശ്വാസം വരില്ലേ? പിന്നെ തീരില്ലാണ്ട് അല്ല പിന്നെ ശ്വാസം അല്ല പിന്നെ ശ്വാസം വരെ ആള് വേണ്ടേ? പിന്നെ ശ്വാസം വരെ ആള് വേണ്ടേ? അല്ല പിന്നെ ആളില്ലല്ലോ. പിന്നെ ആള് കുഴഞ്ഞില്ലേ? അതിന് എഴുതിയുണ്ട്. എഴുതിയ പോലെ വലിക്കാൻ പാടുള്ളൂ. പിന്നെ പൊറാട്ട മാവ് കുഴക്കണ പോലെ കുഴക്കണം. കാട്ടുവെളുത്തുള്ളി ഇത് പിടിച്ചിട്ട് അതിന്റെ നീരെടുക്കുന്ന. അത് ശരി. ഇതതിന്റെ ചണ്ടിനകത്ത് ഈ കാട്ടുവെളുത്ത ഇതിന്റെ നീരിനകത്ത് ചേർക്കും, ചണ്ടിനകത്ത് ചേർക്കും. അതാണ് അതിന്റെ പോകാം. അവിടെ പറയും ഏത് വേദനയുണ്ടെങ്കിലും കയറ് പിടിച്ച് വലിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ പോയിട്ട് തൈലം തേക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിച്ചോളൂ, ശരിയാവും. ചൂടാക്ക് കണ്ണാണ് വലിച്ചോരൊക്കെ പോവാ. ഒരു വേദന അതാണ് മൂക്കടപ്പ്. കണ്ണും മോറൊക്കെ കേട നിൽക്കണമെന്ന് ആ ബാക്കിലൊരാളുണ്ട്. അതാണ് തേച്ചു കൊടുക്ക്. അതാണ് വേദന സംഹാരി. ചന്തയിൽ വന്ന വേദന സംഹാരി. ഒന്നവിടെ വീണുണ്ട്. അതാ അത് മാറി ഇപ്പൊ തന്നെ മാറി. അല്ല അതിന്റെ കാലൊക്കെ നമുക്ക് എടുത്തോ. തേക്ക് വലിക്ക്. അതന്നെ നല്ല മരം വയ്ക്കും മൂക്കിന്റെ എടുത്ത് വെച്ചിട്ട്. വീഡിയോ പോയി അഞ്ഞൂറ് ഒറ്റ വരി. എന്താ വലിക്കലില്ലേ? കുറച്ചൊക്കെ വലിക്കിട്ടാ. അതിന് പറ്റിയാ എന്താ എരുത്തേക്ക് വയ്ക്കണില്ലേ? മൈക്ക് കൊടുക്കി. അത് വലിച്ച
ഇപ്പൊ മരുന്നായി അതിന് വേറെ വലിയ മരുന്നുണ്ടാ ആ കുട്ടിക്ക്? 20 നിമിഷത്തേക്ക് അപ്പുറം കൈകൊണ്ട് നല്ല തടവി തോന്നിയിട്ട് ചോദിച്ചു കൊടുക്കുക. ആ ഏതാണ്ട് എല്ലാരും ചന്ത വന്നവരൊക്കെ വേദന മാറി. ആ ചന്ത വന്നവരെ വേദനയും കാലും കയ്യും കടച്ചിലും ഒക്കെ മാറി. പോത്തിന്റെ കയറ് വലിക്കാൻ പറ്റിയവരൊക്കെ പോയി. ആ അത് മതി. ചന്തയിലിപ്പോ ആളില്ല, ഒക്കെ തൈലം മേടിക്കാനാ. അതാ അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ആ ഇനി 10 മിനിറ്റ് കഴിയും. സാമ്പിളിന് മാത്രം 250 രൂപ മരുന്നാണ്. ആ ചെറിയ കയ്യാ, അതിന് വലിയ കയ്യാ. ആ അല്ല പരസ്യം പോകണ്ട്, പരസ്യം പോകണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ അതാണ് ഇപ്പൊ സാറേ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടാ. ആ മക്കിട്ടിക്കണ് സാറിന്. ആ മക്കിട്ട് വിടുന്നുണ്ട്. അതാ ഒരു കാര്യം കിട്ടാ കുടിക്കാനുള്ളതല്ല, പായസല്ല. ഇനി പായസാച്ചിട്ട് നിങ്ങള് എടുത്ത് കുടിക്കാൻ കണ്ട. ആ ഇറത്തടിച്ചാൽ കുട്ടികളുടെ അടുത്തൊന്നും കൊണ്ടൊക്കണ്ട. കുട്ടികൾ പായസാച്ചിട്ട് എടുത്ത് കുടിക്കും. ജലദോഷം, മൂക്കടപ്പ്, തൊണ്ടവേദന, കഫക്കെട്ട്, കാലുവേദന, കൈമുട്ട് വേദന, പുരട്ടി വേദന, ഷോളർ വേദന, അതൊക്കെ ഒരു മിനിറ്റ് അത് ഞാൻ പോയി. അല്ലാന്നോ അവര് തുറന്നു വയ്ക്കാൻ പാടില്ല, തുറന്നു വെച്ചാൽ പോയി. നമ്മളെ തൈലം ഇവിടെ വന്നവരുടെ കയ്യും കാലും കടച്ചിലൊക്കെ മാറ്റിക്കണം കേട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞ് ഉയ്യലെടുത്തേക്കണ്. 10 മിനിറ്റ് കഴിഞ്ഞ് വേദന മാറി. വേദന സംഭാവന അതാ ചേർത്ത് പിടിച്ച് വയ്ക്ക്. അങ്ങനെ എന്താ ഇങ്ങനെ വലിച്ചാണ്ട മൂക്കി കയറുന്നു. എടുത്തുന്ന വലിക്ക്. വല്ലാത്ത മതി. വർഷങ്ങളെ പഴകം ചെന്ന വേദനക്കാരെല്ലാവരും ആ അത് വലിച്ചിട്ട് ഇപ്പൊ മുക്കിലായി. കഴുത്തുകളും കക്കങ്കായും കാട്ടുവളക്കളും പഴുതും 4 ചേർന്ന് നമ്മൾ ഇതിന്റെ ഉള്ളിൽ